അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നോമ്പ് നമ്മിലേക്ക് എത്തി അല്ലേ? നോമ്പ് കൊണ്ട് ലഭിക്കുന്ന ശാരീരികമായ ആരോഗ്യ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇനി അതിനോട് കൂടെ ആത്മീയമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നും അറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കൂ. നോമ്പിന്റെ ആരോഗ്യ ഗുണങ്ങൾ, ആരോഗ്യത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ: ഒന്ന്, അമിതമായ തടി കുറക്കുന്നു. രണ്ടാമത്തത്, കൊളസ്ട്രോൾ കുറയാൻ ഇത് കാരണമാകുന്നു. ഇസ്ലാം പറഞ്ഞതുപോലെ യഥാർത്ഥ നോമ്പെടുക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. മൂന്ന്, ഹൃദ്രോഗം സംബന്ധമായ രോഗങ്ങൾ കുറക്കാൻ ഇത് വല്ലാതെ സഹായിക്കുന്നു, സഹകരിക്കുന്നു. നാലാമത്തത്, ഓരോ നോമ്പും BP-യുടെ അളവ് കുറക്കുന്നു, ബ്ലഡ് പ്രഷറിന്റെ അളവ് കുറക്കുന്നു. അഞ്ചാമത്തത്, ശരീരത്തിന് വിശ്രമം നൽകുന്നതിലൂടെ ഷുഗർ വരാതിരിക്കാൻ അത് നന്നായി നമ്മെ സഹായിക്കും. ആറാമത്തെ ഒന്ന്, ഫാറ്റി ലിവർ ഉള്ള രോഗികൾക്ക് ഓരോ നോമ്പും വലിയ ഫലപ്രദമാണ്. ഏഴാമത്തത്, ശരീരത്തിലെ കൊഴുപ്പുകളെ അകറ്റാൻ സഹായിക്കുന്നു. ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പുകളില്ലേ, അതൊക്കെ അകറ്റാൻ ഇത് സഹായിക്കുന്നു. അതേപോലെ തന്നെ എട്ടാമത്തത്, മാനസിക ഉന്മേഷവും സമാധാനവും നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒൻപതാമത്തെ ഒന്ന്, തലച്ചോറിനെ കൂടുതൽ പ്രവർത്തന സജ്ജമാക്കുന്നു ഈ നോമ്പ്. 10, വിട്ടുമാറാത്ത വേദനകൾ അതൊക്കെ മാറാൻ ഇത് ഒരു കാരണമാണ്. 11, ശരീരത്തിലെ വിഷമാലിന്യങ്ങളെ നോമ്പ് പുറന്തള്ളുന്നുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന വിഷമാലിന്യങ്ങൾ അതിനെയൊക്കെ പുറന്തള്ളാൻ ഇത് കാരണമാക്കുന്നു. ഇനി നോമ്പ് കൊണ്ടുള്ള ആത്മീയമായ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കൂ. ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തത്, ഈമാൻ, വിശ്വാസം അത് വർദ്ധിക്കാൻ കാരണമാകും. രണ്ടാമത്തത്, ഹറാമുകളിൽ നിന്ന്, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നോമ്പ് വലിയ ഒരു കാരണമാണ്. മൂന്നാമത്തത്, തെറ്റുകളിലേക്ക് മനസ്സ് ചായാതെ നേർവഴി നിൽക്കാൻ നോമ്പ് നന്നായി നമ്മെ സഹായിക്കും. നാലാമത്തത്, പാപമോചനം ലഭിക്കും. അഞ്ചാമത്തത്, പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് മുക്തമാവാൻ നോമ്പ് കൊണ്ട് വലിയ രൂപത്തിൽ നമ്മെ സഹായിക്കുന്നുണ്ട്. 6, വിശപ്പ്, ദാഹം എന്നിവ അനുഭവിക്കുന്നത് വഴി ദരിദ്രരായ പാവപ്പെട്ട ഭക്ഷണമില്ലാത്ത ആളുകളുടെ വിഷമങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇത് വലിയ രീതിയിൽ നമ്മെ സഹായിക്കാറുണ്ട് അല്ലേ? ഏഴാമത്തത്, ക്ഷമ ശീലിക്കാൻ, നല്ല ക്ഷമയുണ്ടാകാൻ ഇത് കാരണമാകും. എട്ടാമത്തത്, നോമ്പ് മനുഷ്യരെ ഭയഭക്തിയുള്ളവരാക്കും. ആത്മാർത്ഥത നമുക്ക് വല്ലാതെ കൂടും നോമ്പാകുമ്പോൾ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ നേട്ടങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധമായ റമളാനിൽ നോമ്പ് കൃത്യമായി നോൽക്കാൻ, അത് സ്വീകരിക്കപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ നോമ്പിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.